ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു വ്ളോഗാണ്. ഇന്നങ്ങനെ വ്ളോഗ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാം എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. ഇതിനു മുമ്പ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് വോയിസ് കൊടുക്കാണ്ടാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് കൊടുത്തിട്ട് വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കൂളും ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലത്ത് കാര്യമായിട്ട് അങ്ങനെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പുറത്ത് പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് മോനും ഹസ്ബൻഡും പള്ളിയിൽ പോയി വരുമ്പോഴത്തേനും ഞാനും മോളും റെഡിയായി. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അറബ് വേൾഡ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ നല്ല അറേബ്യൻ ഫുഡ്സൊക്കെ കിട്ടും. മന്തി, കാബൂളി റൈസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഇവിടുത്തെ. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ അവർ ഫുഡ് സെർവ് ചെയ്യും. അറബികളുടെ നോർമൽ ട്രഡീഷണൽ രീതിയായി താഴത്തിരുന്ന് കഴിക്കുന്ന ആ രീതിയിലും, ഇനിയിപ്പോൾ നമുക്ക് താഴത്തിരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം അതും ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവർ ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് അവർ സെർവ് ചെയ്യണത് സൂപ്പാണ്. ഇവിടെ മിക്കപ്പോഴും മട്ടൻ സൂപ്പ് തന്നെയാണ് ഉണ്ടാവാറ്. ഇവിടുത്തെ മട്ടൻ സൂപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്ലേറ്റ് കാബൂളി റൈസും ഒരു പ്ലേറ്റ് മന്തിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ മട്ടൻ ഷുവയും ഫിഷും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സൈഡ് ഡിഷായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മട്ടൻ ഗ്രേവി പിന്നെ ടൊമാറ്റോ സൽസയും സലാഡും സെർവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഒപ്പം തന്നെ അവർ മധുരത്തിനായിട്ട് കസ്റ്റേർഡ് അല്ലെങ്കിൽ ഈത്തപ്പഴമാണ് സെർവ് ചെയ്യാറ്. അപ്പോൾ ഇന്നിവിടെ അവർ ഈത്തപ്പഴമാണ് സെർവ് ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കാവയും സുലൈമാനിയും ഉണ്ടാവും. ഇവിടുത്തെ സുലൈമാനി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പുതിനൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ സുലൈമാനി കുടിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കുറച്ച് ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മസാലകൾ, ഉണക്കനാരങ്ങ അതൊക്കെയാണ് ഇവരിവിടെ വിൽക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ചെറിയ ചെറിയ കൂജകൾ, മൺപാത്രങ്ങൾ, പിന്നെ കുന്തിരിക്കൊക്കെ പുകയിപ്പിക്കുന്ന അങ്ങനത്തെ പാത്രങ്ങൾ, അതൊക്കെയാണ് ഇവിടെ അവർ കൂടുതലായിട്ടും വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്.
1-2 ഷോപ്പുകളിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ള ഒരു ലുലു ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ ഭാഗത്ത് ജുമാ സൂക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ജുമാ സൂക്കിൽ എല്ലാ തരം സാധനങ്ങളും കിട്ടും. അതുകൂടാണ്ട് വണ്ടികളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഇന്ന് ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ലുലുവിലേക്ക് പോവുകയാണ്. അപ്പോൾ ലുലുവിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കൽ അത്ര അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് ലുലുവിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം നേരം വൈകിട്ടുണ്ട്. പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നതുകൊണ്ട് ഒരുവിധം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അവിടേക്ക് പോകണം. കാരണം വീട്ടിൽ നിന്ന് പോരുമ്പോൾ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർക്കിൽ കൊണ്ടുപോകുന്ന. അപ്പോൾ അവരത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇതിവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്, വാദിക്കബീറിലെ പാർക്ക്. അത്യാവശ്യം റൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് മക്കളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുതിരയും കുതിരവണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുതിരവണ്ടിയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാറുണ്ട്. ഇന്നിപ്പോൾ മോൾക്ക് കുതിരവണ്ടി കയറുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുതിരവണ്ടിയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കുകയോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ റൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പോയിട്ടുണ്ട്.
അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് തന്നെ കളിച്ചു രണ്ടുപേരും. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പ്രോഗ്രാംസ്. വേറെ കാര്യമായിട്ട് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്